നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അടുത്തുള്ള ടെക്നീഷ്യനെ സമീപിച്ച് എന്താണെന്ന് കണ്ടുപിടിച്ച് ഉടനെ തന്നെ നമ്മൾ റിപ്പയർ ചെയ്യാണ് പതിവ്. എന്നാൽ നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ വർക്കാകുന്നില്ല. ക്യാമറയുടെ പ്രശ്നമാണോ, അല്ലെങ്കിൽ സെൻസറിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ പ്രശ്നമാണോ, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ മൊബൈലിൻ്റെ ടോട്ടലി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ടെസ്റ്റി എന്നാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിൽ അതിൻ്റെ CPU സെൻസർ ഇവിടെ വർക്കാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ റാം എത്രത്തോളം യൂസ് ആകുന്നുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി നിങ്ങൾ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കിവിടെ ഡാഷ്ബോർഡ് എന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. തൊട്ടടുത്തുള്ള ഓപ്ഷൻ ഇവിടെ ടെസ്റ്റ്സ് എന്നാണ് കാണുന്നത്. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. സ്ക്രീനിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഇവിടെ സ്ക്രീനിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മൾട്ടി ടച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മൾട്ടി ടച്ച് ചെയ്ത് നോക്കുക. ഇത് വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പോയിൻ്റർ ടച്ച് സ്ക്രീൻ എന്ന ഭാഗമുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കളറുകൾ എല്ലാ ഭാഗത്തും വരുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നിങ്ങളുടെ ഡിസ്പ്ലേ വർക്കാവുന്നുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ടച്ച് ചെയ്തിട്ട് അവിടെ കളർ വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ GPS എന്ന ഭാഗത്ത് നിങ്ങൾക്ക് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓഡിയോ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സെൻസറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ എന്തൊക്കെ സെൻസറുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതൊക്കെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാമറാസ് എന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈലിൻ്റെ ക്യാമറകൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബയോമെട്രിക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സിമ്മിൻ്റെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡിവൈസ് ഇൻഫോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഏത് ബ്രാൻഡാണ്, അതുപോലെ തന്നെ ഏത് മോഡലാണ്, ഡിവൈസിൻ്റെ പേര്, അതുപോലെ തന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് ഏത് വെർഷനിലാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ CPU മോഡൽ, റെസൊല്യൂഷൻ, ക്യാമറ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. തൊട്ടടുത്ത ഓപ്ഷൻ ടൂൾസ് എന്നാണ്. ആ ടൂൾസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ അത്യാവശ്യമായ ആപ്ലിക്കേഷനുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വോയിസ് റെക്കോർഡർ നിങ്ങളുടെ മൊബൈലിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡർ എന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കോമ്പസ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബാർകോഡ് സ്കാനർ നിങ്ങളുടെ മൊബൈലിൽ ഇല്ല എങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു 5-8 ആപ്ലിക്കേഷൻസുകൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആപ്പ് മാനേജർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ സ്കാനായി വരും. ഓരോ ആപ്ലിക്കേഷനിലും നിങ്ങൾ എന്തൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളും അതിന് കൊടുത്ത പെർമിഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ടെസ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.